പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2:45 വരെയുള്ള കണക്കനുസരിച്ച് 48.17% പോളിംഗ്. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോഴും ദൃശ്യമാണ്. ചില ബൂത്തുകളിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് പോളിംഗ് വൈകിയാണ് ആരംഭിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറകുന്നം 34 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPMന് വലിയ പിന്തുണയാണുള്ളതെന്നും BJP UDF അവിശുദ്ധ കൂട്ടുകെട്ട് ജനം തിരിച്ചറിയുമെന്നും AK ബാലൻ പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി. മതന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഒരു സ്വാധീനവുമില്ലാത്ത സ്ഥലങ്ങളിൽ വളരെ വികാര വായ്പോട് കൂടിയിട്ടുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടവും സന്ദീപ് വാര്യറും നടത്തിയിട്ടുള്ള ഈ ഗൂഢാലോചന കേരളീയ പൊതുസമൂഹം തിരിച്ചറിയുകയാണ്, ഈ മണ്ഡലത്തിലെ ജനത തിരിച്ചറിയുകയാണ്. പാലക്കാട് ജനങ്ങൾ വിവാദങ്ങൾക്കല്ല വികസനത്തിനാണ് വോട്ട് ചെയ്തെന്ന് LDF സ്ഥാനാർത്ഥി P. സരിൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലെ വികസന മുരടിപ്പിന് ഇത്തവണ വോട്ടർമാർ പ്രായശ്ചിത്തം ചെയ്യുമെന്നും P. സരിൻ കൂട്ടിച്ചേർത്തു. ഒരു കൂട്ടർ വിളിച്ചു വരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ആ വിളിച്ചു വരുത്തിയ കൂട്ടരുടെ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഇന്നുണ്ട്. അതിനനുസരിച്ച് അവർ പാലക്കാടിന് നല്ലത് തോന്നും, പാലക്കാടിന് നല്ലത് വരുത്തണം. പാലക്കാട് തീരുമാനിക്കുന്നത് ശരിയുടെ സത്യത്തിന്റെ തീരുമാനമായിരിക്കും. അതെനിക്കറിയില്ല. അന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. പാലക്കാടിലേത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധിയാകുമെന്നും 5 അക്ക ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കോട്ടത്തിനൊപ്പമെത്തി മണപ്പുള്ളിക്കാവ് ഗവൺമെന്റ് LP സ്കൂളിലാണ് ഷാഫി വോട്ട് രേഖപ്പെടുത്തിയത്. പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങള് 5 അക്ക ഭൂരിപക്ഷം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഭാര്യയ്ക്കൊപ്പം കൽപ്പാത്തി അയ്യപുരം GLP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. ചരിത്രപരമായ വിധിയെഴുത്താണ് വോട്ടർമാർ ഇത്തവണ നടത്തുന്നതെന്നും ഇത് പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടാക്കുമെന്നും C. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാടിന്റെ വികസനത്തിനായിട്ടുള്ള ഒരു വോട്ടാണ് രേഖപ്പെടുത്തിയത്. പാലക്കാട്ടുകാരുടെ ഇന്നത്തെ വോട്ട് പാലക്കാടിന്റെ വികസനത്തിനുള്ള വോട്ടാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. ആകെ 184 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. 10 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്.